നമസ്കാരം, എല്ലാവർക്കും PSC ഷോർട്ട് കട്ട്സിലേക്ക് സ്വാഗതം. PSC പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് SCERT. ഈയിടെയായിട്ട് ചോദ്യപേപ്പറുകൾ നിരവധി SCERT ചോദ്യങ്ങൾ കണ്ടുവരുന്നുണ്ട്. മാത്രവുമല്ല, പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ പാഠഭാഗങ്ങൾ ഓരോന്നും വായിച്ച് പഠിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നമ്മളിവിടെ നമ്മുടെ ചാനലിലൂടെ PSCയിലെ SCERT ചോദ്യങ്ങൾ പരിചയപ്പെടുകയാണ്. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്ററായ മധ്യകാല ഇന്ത്യ, ആദ്യത്തെ ചാപ്റ്ററായിട്ടുള്ള മധ്യകാല ഇന്ത്യ, അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇതിൽ ഓരോ ചാപ്റ്ററിലുള്ള ഓരോ കാര്യങ്ങളും ഞാൻ വായിക്കുകയാണ്. എന്നിട്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഇവിടെ നോക്കാം. മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക. മധ്യകാല ഇന്ത്യയിൽ ഭരണം നടത്തിയ 2 രാജ്യങ്ങളുടെ ചരിത്ര ശേഷിപ്പുകളാണിവ. ഇതിൽ ആദ്യത്തേത് നിങ്ങൾക്ക് പരിചയമുണ്ടാകുമല്ലോ. സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ ദേശീയ പതാക ഉയർത്തുന്നത് നിങ്ങൾ കണ്ടിരിക്കും. മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ച ചെങ്കോട്ടയാണിത്. ഇതേ കാലത്ത് ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരത്തിൻ്റെ തലസ്ഥാനമായ ഹംപിയുടെ ചിത്രമാണ് രണ്ടാമതായി കാണുന്നത്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട 2 പോയിന്റുകളാണുള്ളത്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ച ചെങ്കോട്ടയാണിത്. അപ്പോൾ മുഗൾ ചക്രവർത്തിയായിരുന്നു ഷാജഹാൻ. ഷാജഹാന്റെ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ച ചെങ്കോട്ടയാണിത്. അപ്പോൾ ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്ന ഡൽഹിയിലാണ്. ചെങ്കോട്ട നിർമ്മിച്ചത് ഷാജഹാനാണ്. ഷാജഹാൻ മുഗൾ ചക്രവർത്തിയായിരുന്നു. ഇതേ കാലത്ത് ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരത്തിൻ്റെ തലസ്ഥാനമായ ഹംപിയുടെ ചിത്രമാണ് രണ്ടാമതായി കാണുന്നത്. അപ്പോൾ ഇതേ കാലഘട്ടത്തിലായിരുന്നു ദക്ഷിണേന്ത്യയിൽ വിജയനഗരത്തിൻ്റെ തലസ്ഥാനമായ ഹംപിയുടെ നിർമ്മാണവും നടന്നിരുന്നത്. ഇതിൽ വിജയനഗരത്തിൻ്റെ തലസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഹംപി. അപ്പോൾ നമുക്കിവിടെ 2-3 ചോദ്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് മുഗൾ ഭരണാധികാരികളെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ മുഗൾ ഭരണാധികാരികൾ ആരൊക്കെയാണെന്ന് അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആരൊക്കെയാണെന്ന് നോക്കാം. അതുമാത്രമല്ല, മുഗൾ ഭരണാധികാരികളുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1526 മുതൽ 1857 വരെയാണ്. ഡൽഹി കേന്ദ്രമാക്കിയായിരുന്നു ഭരണം നടത്തിയിരുന്നത്. 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറാണ്. അപ്പം മുഗൾ ഭരണം സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ ബാബറാണ്. 1526 1857 വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ച മുഗൾ ഭരണകാലത്തെ പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ബാബറാണ് മുഗൾ ഭരണം സ്ഥാപിച്ചത്. അപ്പോൾ ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്, ഇങ്ങനെയായിരുന്നു ഭരണാധികാരികളുടെ ക്രമം.